കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ അളകനന്ദയുടെ ഗൗതമിന്റെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗതമിന്റെ അടുത്തേക്ക് മിഥുന് വേണ്ടിയിട്ട് നന്ദി ഓടി എത്തുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് മിഥുനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മുടങ്ങും. ആ ഒരു ചിന്തയോട് കൂടിയാണ് കമ്മീഷണർ ഓഫീസിലേക്ക് നന്ദ വരുന്നത്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ലക്ഷ്മിയമ്മയോട് വിളിച്ച് നന്ദ കാര്യങ്ങളൊക്കെ പറയാണ്. മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിങ്കിക്ക് സന്തോഷമായി. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് തന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കേസിലായിരുന്നു അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഒരു അനോണിമസ് കോൾ വന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ മിഥുനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദ അങ്ങോട്ട് പാഞ്ഞു പെറുക്കി പോകുന്നുണ്ട്. മിഥുനെ അറസ്റ്റ് ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെന്ന് നേരെ കമ്മീഷണർ ഓഫീസിലേക്കേ ചെല്ലുന്നത്. ഗൗതമനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പൊ ഗൗതമനോട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്നോർത്ത് ചെല്ലുന്നത്. അങ്ങനെ ഗൗതമനോട് ചെന്നിട്ട് നന്ദ പറഞ്ഞു, ഗൗതം സാറേ, അതെ, മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവനെ വിട്ടുകിട്ടണം. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. നന്ദ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ്. ഗൗതം സാറ് കളിക്കരുത്, ഞങ്ങളുടെ കോമ്പറ്റീഷനാ കുറച്ച് സമയത്തിന് നടക്കാൻ പോകുന്നേ. ഇതേ റിപ്പോർട്ട് ചെയ്യേണ്ട സമയേ ഇതുവരെയായിട്ടും മിഥുൻ എത്തിയിട്ടില്ല. അപ്പോഴറിയാൻ കഴിഞ്ഞ് മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. എന്നോടുള്ള വാശിയുടെ പേരിലാണെങ്കിൽ ഗൗതം സാർ ഇങ്ങനെ ചെയ്തെങ്കിൽ അതൊരിക്കലും ശരിയല്ല കേട്ടോ. അറിയാലോ, ഈ കോമ്പറ്റീഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം വേദനിക്കുന്ന ഗൗതം സാർ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. മിഥുനും എനിക്ക് നല്ല പ്രതീക്ഷ. ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ കോമ്പറ്റീഷൻ വിജയിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഗ്രൂപ്പിന് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, നന്ദ, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. പിന്നീട് ഗൗതം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആരാ അറസ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞ ഒരു അനോണിമസ് കോളിന്റെ പേരിലാണ് മിഥുനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ. നന്ദയ്ക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി. ആരാണ് കോൾ ചെയ്തതെന്ന് പോലും അറിയത്തില്ല. ആരോ കോൾ ചെയ്ത് പറഞ്ഞുകൊണ്ട് വഴിക്ക് വെച്ച് നാർക്കോട്ടിക് സംഘം പിടിക്കുവാണ് ചെയ്തത്. മിഥുനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് മിഥുൻ കരഞ്ഞ് അപേക്ഷിച്ചെങ്കിലും പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ലായിരുന്നു. മനഃപൂർവ്വം അവനെ കുടുക്കിയതുപോലെ ഉണ്ടായിരുന്നു. പിന്നീട് ഗൗതം അതിനകത്ത് നേരിട്ട് ഇടപെടുവാണ്. ഗൗതത്തിന് മനസ്സിലായി മിഥുൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ നന്ദയുടെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറാണ് ചെയ്യിച്ചതെന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരിക്കുന്നത്. താനും മിഥുൻ തമ്മിൽ പെർഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് കൃത്യസമയത്തിന് മുമ്പ് തന്നെ എന്തായാലും ഗൗതം മിഥുനെ വിട്ടയക്കുന്നുണ്ട്. ഗൗതം ഇടപെട്ട് മിഥുനെ വിട്ടയക്കുകയാണ്. അങ്ങനെ അവർ ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ ലക്ഷ്മിയമ്മ അവിടെ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മേനെ വിളിക്കുന്നുണ്ട്. നന്ദ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മിയമ്മേ, എനിക്ക് ഡാൻസ് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ നന്ദമോളെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന പരിപാടിയാ. ഏതൊരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരില് മിഥുന് മയക്കുമരുന്ന് കേസില് പ്രതിയാണ്. അവൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലേ കണ്ണിയാന്നൊക്കെ പറഞ്ഞോണ്ടാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പറയാണ്. ഇതുവരെയായിട്ടും വിട്ട് കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടമായിപ്പോയി. ലക്ഷ്മി പറഞ്ഞു, മോള് വിഷമിക്കല്ലേ, എന്താണെങ്കിലും ഗൗതം അവിടെ ഇല്ലേ, ഗൗതം നോക്കിക്കോളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയമ്മയോട് കരഞ്ഞു പറയുന്നുണ്ട് നന്ദ, ഗൗതം സാറും കൂടി ഇതിനകത്ത് ഉണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനും മിഥുനും തമ്മിൽ ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ലക്ഷ്മിയമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പറ്റും. ഈ ലക്ഷ്മിയമ്മ അല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനെ ആശ്വസിപ്പിക്കാൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം പിങ്കി മറിഞ്ഞെന്ന് കേട്ടു. പിങ്കിക്ക് മനസ്സിലായി അവളുടെ പെർഫോമൻസ് മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പിങ്കിയുടെ സാന്ദ്രയുടെ ഒരു കളി മാത്രമായിരുന്നു. മിഥുനെ കൊടുക്കാൻ, മിഥുനെ നന്ദയും തമ്മിൽ ഒരുമിച്ച് ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് നന്ദയെ കൊടുക്കാൻ വേണ്ടി നടത്തിയ കളികളായിരുന്നു. പക്ഷെ ആ കളികളെല്ലാം അവസാനം ചീറ്റി പോവുക ചെയ്തേ. കൃത്യം പെർഫോമൻസിന് മുമ്പ് തന്നെയായിട്ട് മിഥുനെ വിട്ടയക്കുന്നുണ്ട്. വിട്ടയച്ചതിന് ശേഷം മിഥുൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നീട് ഡാൻസ് കളിക്കുകയാണ്. അവരങ്ങനെ കോമ്പറ്റീഷൻ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് നേടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നീട് എന്താണെങ്കിലും ഗൗതം ആരാണ് ആ അനോണിമസ് കോൾ വിളിച്ചത്, ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് ഗൗതം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണോ ആ വിശേഷമായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.